എല്ലാവർക്കും ഈ ടെക് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളൊരു eSSLൻ്റെ ഐഡൻറ്റിക്സ് എന്ന് പറയുന്ന ഒരു ആക്സസ് കൺട്രോൾ ടൈം അറ്റൻഡൻസ് ആൻഡ് ആക്സസ് കൺട്രോൾ ഡിവൈസാണ്. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സസ് കൺട്രോൾസ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മോഡൽ K90 എന്ന് പറഞ്ഞുള്ള മോഡലാണ്. eSSLൻ്റെ മോഡലാണ്. ഐഡൻറ്റിക്സ് എന്നാണ് ഇതിൻ്റെ ഒരു ബ്രാൻഡിങ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ എക്കണോമിക്കലായിട്ടുള്ളൊരു സീരീസിൽ വരുന്നൊരു ഡിവൈസാണ്. നമുക്ക് 800 ഫിംഗർ പ്രിൻ്റാണ് ഇതിനകത്ത് നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയാം. അതുകൂടാതെ നമുക്ക് കാർഡ് സപ്പോർട്ട് ചെയ്യും. RFID കാർഡ് അത് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. RFID കാർഡ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിൽ അതുപോലെ തന്നെ നമുക്ക് പാസ്വേഡ് അല്ലെങ്കിൽ ID നമുക്കൊരു നമ്പർ ലോക്ക് പോലെ നമ്പർ യൂസ് ചെയ്തിട്ടും ഇതുപോലെ തുറക്കാൻ പറ്റും. അപ്പോൾ 3 രീതിയിലും ഇത് ഉപയോഗിക്കാം. ഇത് നമുക്ക് ചെറിയ സ്ഥാപനങ്ങളിലേക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. പിന്നെ ഇതിനകത്ത് നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഇതിൻ്റെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനും അതുപോലെ നമുക്ക് ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നെറ്റ്വർക്ക് പോർട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 12 വോൾട്ട് DC-യിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പോർട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇവിടെ ഒരു USB പോർട്ടും വരുന്നുണ്ട്. USB പോർട്ട് നമുക്ക് നമുക്ക് ഇതിൽ നിന്ന് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട്, നമുക്കിപ്പോൾ ഒരു പെൻ ഡ്രൈവ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ PC നമുക്ക് അടുത്തില്ല, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെൻ ഡ്രൈവിൽ നിന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ഇടാൻ പറ്റും. പിന്നെ വരുന്നത് ഇതിൽ കുറച്ച് പിൻ ഔട്ടുകൾ വരുന്നുണ്ട്. ഇത് പവറിന് വേണ്ടിയിട്ടാണ്, പവർ സപ്ലൈ ഇൻപുട്ട് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ഇതിൽ വരുന്നത് നമ്മൾ EM ലോക്ക്, അത് ലോക്കുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ തന്നെ 2 രീതിയിലുള്ള കണക്ഷൻസ് വരുന്നുണ്ട്. NO വരുന്നുണ്ട്, നോർമൽ ഓപ്പൺ കണക്ഷനും വരുന്നുണ്ട്, നോർമൽ ക്ലോസ് കണക്ഷൻസും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഔട്ട് കിട്ടും. അതായത് ഇതിൽ നമ്മൾ 12 വോൾട്ട് കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് 12 വോൾട്ട് ഔട്ടും കിട്ടും, ഗ്രൗണ്ടും കിട്ടും. ഇത്രയും കണക്ഷൻസാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു 1,00,000 ലോക്സ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അതായത് നമ്മുടെ ഓരോ ഫിംഗർ പ്രിൻ്റ് വയ്ക്കുന്ന പഞ്ചിനെയും നമ്മൾ ഒരു ലോക്കായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ 1,00,000 ലോക്സ് ഇതിനകത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. അതിന് ശേഷം അതിൻ്റെ എക്സീഡ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ കണക്ഷനിലേക്ക് കിടക്കാം. ഇതിൽ ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത് സാധാരണ രീതിയിൽ നമ്മുടെ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ഈ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യുക. ആ ഡോറിലായിരിക്കും നമ്മൾ EM ലോക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഇലക്ട്രിക് ലോക്ക്, ഏത് ലോക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത് EM ലോക്കാണ്. ഇതാണ് EM ലോക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. EM ലോക്കിനെ കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ആണത്. പിന്നെ ഇതിൻ്റെ ഒപ്പം വരിക ഇത് അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ഈ ഡിവൈസ് വെച്ച് ഫിംഗർ പ്രസ് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറും. അത് കഴിഞ്ഞ് ഇത് ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സിറ്റ് ബട്ടൺ വേണം. അതാണ് നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന എക്സിറ്റ് ബട്ടണാണിത്. ഇതുമാണ് നമ്മളിതിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടൊരു പവർ സപ്ലൈ വരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം. പവർ സപ്ലൈ ഞാനിപ്പോൾ ഈ പവർ സപ്ലൈ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ EM ലോക്കിനും പവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കേബിൾസ് ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. ഈ കേബിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പിൻ ഔട്ട് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഗ്രൗണ്ട് ഫസ്റ്റ് വരുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 12 വോൾട്ട് ഔട്ട്പുട്ടാണ്. നമ്മൾ ഈ പവർ സപ്ലൈയിൽ നിന്ന് ഈ പവർ സപ്ലൈ യൂസ് ചെയ്തിട്ടാണ് ഇതിൽ പവർ ഞാൻ കൊടുക്കുന്നത്. ആ പവറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഈ 12 വോൾട്ട് നമുക്ക് ഈ EM ലോക്കിലേക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ തന്നെ വീണ്ടും ഒരു ഗ്രൗണ്ട് കണക്ഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബട്ടൺ, അതായത് നമ്മൾ ഈ സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള ഈ സ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടും ഈ ബട്ടൺ കണക്ഷനുമാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് NO1, പിന്നെ കോമണും, പിന്നെ NC1. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വിച്ച് പോലെയാണ് ഇത് ശരിക്കും ഈ EM ലോക്ക് വർക്ക് ചെയ്യുന്നൊരു. ഇതിന്
ലോക്കിൻ്റെ ഒരു സ്വിച്ച് പോലെയാണ് ഇതിലെ എന്നോ എൻ സി ഒക്കെ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവിനെ ഇതിൻ്റെ കോമൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്. കോമൺ നമുക്ക് നോക്കിയാൽ അതിനകത്ത് കാണാം, കോമൺ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ട്. ആ കോമണിലോട്ടാണ് നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നത്. ഈ പോസിറ്റീവ് ഔട്ട്പുട്ട് നമ്മൾ കോമണിലോട്ട് കണക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് കാണുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്, ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് 12 വോൾട്ട്. അത് നമ്മൾ ഈ കോമൺ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് വേണ്ട, ഇതിലേക്കാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ NC1 ആ കേബിള് നേരെ ലോക്കിൻ്റെ പോസിറ്റീവ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യും. NC1 എന്ന് പറയുന്നത് ഈ യെല്ലോ കളറിൽ വരുന്ന ഈ കേബിള്, യെല്ലോ കേബിൾ ഞാൻ എടുത്തിട്ട് ലോക്കിൻ്റെ പോസിറ്റീവ്, അതായത് ഇതിലോട്ട് കണക്ട് ചെയ്യും. നിങ്ങൾക്ക് ആ ഡ്രോയിങ് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാം. ഞാനത് വർക്കിംഗ് എങ്ങനെയാണ്, ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇതുപോലെ നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് നമുക്ക് ഇതുപോലെ തന്നെ ലോക്കിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് GNT എന്നാണ് ഇതിൻ്റെ അതിലോട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ സ്വിച്ചിലോട്ടാണ്. എക്സിറ്റ് സ്വിച്ച് എന്ന് പറയും. ഈ സ്വിച്ചിലോട്ടാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ സ്ക്രൂസ് ഒന്ന് ലൂസാക്കുക. ഈ 2 വയറും, ഈ ഗ്രൗണ്ടും അതുപോലെ തന്നെ ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള കേബിളും നമ്മൾ ഇതിനകത്തോട്ട് കണക്ട് ചെയ്യും. സൈറ്റിലുള്ള അപ്പോൾ നമ്മൾ എക്സിറ്റ് സ്വിച്ച് എങ്ങോട്ട് പോയിട്ടുള്ളത്, ഗ്രൗണ്ടും അതുപോലെ തന്നെ ബട്ടൺ BUT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നുണ്ട്, അതിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആയി, ഇപ്പോൾ നമ്മൾ ലോക്ക് കണക്ട് ചെയ്തു, ലോക്ക് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ NO എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് നമ്മൾ കണക്റ്റഡ് അല്ല, അതാണ് ഈ കേബിൾ. അത് ഞാനിവിടെ ടെസ്റ്റ് ചെയ്തിരുന്നു. അത് നമുക്ക് കണക്ഷൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് NC ആണ് ലോക്കിന് യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ NC കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോക്ക് കണക്ട് ചെയ്തു, എക്സിറ്റ് സ്വിച്ച് കണക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ട പവറാണ്. പവർ കണക്ട് ചെയ്യുമ്പോൾ ആക്സസ് കൺട്രോൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇതുപോലത്തെ അഡാപ്റ്റേഴ്സ് ഇതിൻ്റെ ഒപ്പം തന്നെ വരും. അത് നമ്മൾ ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ അഡാപ്റ്ററിൻ്റെ ഈ പിന്ന് ഇതിൽ കണക്ട് ചെയ്താണ്. അപ്പോൾ പവർ അത് പ്ലഗ് ചെയ്യാം. ഞാനത് പ്ലഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഒരു ഫിംഗർ പ്രിൻ്റ് എൻറോൾ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെനു ബട്ടൺ വരുന്നത്. ഇത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഫ്രഷ് ഒരു ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അഡ്മിൻ പ്രിവിലേജ് ഉള്ള ഒരു കേസിൽ നമ്മൾ അഡ്മിൻ പ്രിവിലേജ് കൊടുത്താൽ മാത്രമാണ് ഇപ്പോൾ ഈ ചോദിച്ച പോലെ നമ്മൾ മെനു അടിക്കുന്ന സമയത്ത് ഫിംഗർ പ്രിൻ്റ്, പാസ്വേഡ് അല്ലെങ്കിൽ കാർഡ് ചോദിക്കുക. ഇതിപ്പോൾ ഓൾറെഡി നമ്മളൊരു അഡ്മിൻ യൂസർ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ മെനു അടിച്ചാൽ നേരെ മെനുവിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ അഡ്മിൻ പ്രിവിലേജ് ഉള്ള ആൾക്ക് മാത്രമേ ഇത് എൻ്റെ മെനുവിലോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ അമർത്തി കഴിയുമ്പോൾ എൻ്റെ ഫിംഗർ ഉണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ മെനുവിലോട്ട് പോയി. അപ്പോൾ ഇതാണ് യൂസർ മാനേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ. യൂസർ മാനേജ്മെൻറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ന്യൂ യൂസർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് താഴ്ത്തിക്കൊക്കെ കാണാൻ പറ്റും. കണ്ട ന്യൂ യൂസർ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ നമുക്ക് പുതിയൊരു യൂസറാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂ യൂസറിൽ പോവാം, ദെൻ ഓക്കെ അടിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് കാണിക്കുന്നത് കണ്ട യൂസർ ID എന്നാണ് കാണിക്കുന്നത്.
അപ്പോൾ യൂസർ ഐ ഡി കാണിക്കുമ്പോൾ നമുക്ക് യൂസർ ഐ ഡി നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ ഐ ഡി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ അതിനകത്ത് 2 കിടക്കുന്നതുകൊണ്ട് അതങ്ങനെ തന്നെ ഞാൻ മാറ്റുന്നില്ല. നമുക്ക് ഏത് ഐ ഡി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നെയിം നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെയിം കൊടുക്കാൻ പറ്റും ഇതിനകത്ത്. ഇതിൻ്റെ താഴത്ത് ലെറ്റേഴ്സ് ഇപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇതിൽ ടൈപ്പ് ചെയ്തിട്ട് നെയിം അടിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ എന്തായാലും നെയിം കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ വരിക യൂസർ റോളാണ്. യൂസർ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ അഡ്മിൻ. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ മെനു എടുക്കുന്ന സമയത്ത് നമുക്ക് പാസ്വേഡ് ചോദിച്ചില്ലേ, അത് സൂപ്പർ യൂസർ ആണെങ്കിൽ മാത്രമാണ് ഈ മെനുവിലോട്ട് കയറാൻ പറ്റുള്ളൂ. നോർമൽ യൂസർക്ക് ജസ്റ്റ് പഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഫിംഗർ വയ്ക്കാം, ഡോർ തുറക്കാം, അല്ലെങ്കിൽ ഫിംഗർ വെച്ച് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ സാധാരണ എല്ലാ യൂസേഴ്സിനും നമ്മൾ നോർമൽ യൂസർ എന്നുള്ള തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതിൽ 2 വ്യത്യസ്ത യൂസർ റോൾസ് വരുന്നത്, ഇത് സൂപ്പർ അഡ്മിനും അതുപോലെ തന്നെ നോർമൽ യൂസറുമാണ്. അപ്പോൾ ഞാനിത് നോർമൽ യൂസറാണ് സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഫിംഗർ പ്രിൻറ്റ് എൻറോൾമെൻറ്റാണ്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് എൻറോൾമെൻറ്റ് ഓക്കെ അടിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് നിങ്ങൾ ഏത് ഫിംഗറാണോ എൻറോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഫിംഗറാണ്. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ ചെയ്യണമെന്നുള്ളത്, പക്ഷേ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഓക്കെ അടിക്കാം. നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ നീക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സെലക്ട് മാറും, അത് മാറി. ഞാനിപ്പോൾ എൻ്റെ തമ്പാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓക്കെ അടിക്കാം. ദെൻ നമ്മുടെ ഈ തമ്പ് ഇതിനകത്തോട്ട് വെക്കുക. ഒരു തവണ റീഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ വീണ്ടും നമ്മളൊന്നും കൂടെ അത് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഏകദേശം രണ്ടാമത്തത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് ഒന്നും കൂടെ വെക്കുക. അപ്പോൾ 3 വിരലും വെച്ചു, ഓക്കെ ആയി. ഇനി വീണ്ടും നമുക്ക് ഇപ്പോൾ ഒരു ഫിംഗർ മാത്രം പോരാ, അടുത്ത വേറൊരു ഫിംഗറും കൂടെ വെക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനകത്ത് തന്നെ ഓക്കെ അടിക്കാം. എന്നിട്ട് നമ്മൾ തമ്പ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ കൊടുത്തതിന് പകരം വേറെ ഏതെങ്കിലും ഒരു ഫിംഗർ ഞാൻ ആഡ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 2 ഫിംഗർ പ്രിൻറ്റ് കാണിക്കുന്നത് കണ്ടില്ലേ, 2 ഫിംഗർ പ്രിൻ്റ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ വരുന്നത് ജസ്റ്റ് മുകളിലോട്ടാക്കാം. പിന്നെ വരുന്ന ബാഡ്ജ് കണ്ട. ബാഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാർഡുകൾ RFID കാർഡുകളാണ്. ഈ കാർഡ് നമ്മൾ ഇതിനകത്ത് എൻറോൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരാൾക്ക് തന്നെ കാർഡ്, ഫിംഗർ പ്രിൻറ്റ്, പാസ്വേഡ്, ഇത് 3 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിപ്പോൾ ബാഡ്ജ് നമുക്ക് ആഡ് ചെയ്യാനാണെങ്കിൽ ബാഡ്ജിലോട്ട് കൊണ്ടുപോകാം, ഓക്കെ അടിക്കാം. ദെൻ ഈ കാർഡ് വെറുതെ ഇതിനകത്തോട്ട് വെച്ചാൽ മതി, അത് രജിസ്റ്റർ ആയിക്കോളും. പിന്നെ വരുന്നത് പാസ്വേഡാണ്. പാസ്വേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ID അടിക്കുന്നത്, നമ്മളിപ്പോൾ എൻ്റർ ചെയ്യാൻ കീ ലോക്ക് എന്നൊക്കെ പറയില്ല, നമ്പർ ലോക്ക് എന്നൊക്കെ പറയുന്നത്, അത് ഓക്കെ അടിക്കുക. നമ്മൾ പാസ്വേഡ് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് 111 3 1 കൊടുത്തിട്ടുണ്ട്. വീണ്ടും അത് കൺഫർമേഷൻ പാസ്വേഡ് ഓക്കെ അടിച്ചു. ഇപ്പോൾ ഞാൻ ബാഡ്ജ് കൊടുത്തു, പാസ്വേഡ് കൊടുത്തു, ഫിംഗർ പ്രിൻറ്റ് കൊടുത്തു, ഓക്കെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് എസ്കേപ്പ് അടിക്കുക, ബാക്കിലോട്ട് പോകും. ഓക്കെ, ഇപ്പോൾ ഇതിലൊരു യൂസറായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ലൈറ്റ് ഇത് ഓണാണ്. ഞാനിത് ഫിംഗർ വെക്കുന്ന സമയത്ത് അത് ഓഫാവും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് എടുക്കാം. കണ്ടോ, ഈ ലൈറ്റ് ഓഫായി. അതിൻ്റെ അർത്ഥം ഇതിലേക്കുള്ള പവർ കട്ടായി. അതുകൊണ്ട് തന്നെ ഇനി അത് ഒരു ആക്സസ് കൺട്രോളിൽ തന്നെ നമുക്ക് സെറ്റപ്പിൽ ഇതിൻ്റെ ഈ ഡിലേ നമുക്ക് മാറ്റാൻ പറ്റും. എത്ര സെക്കൻഡ് വേണം ഇത് ഓഫായി നിൽക്കുന്ന സമയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ വീണ്ടും ഇത് വയ്ക്കുന്നു, ഇതിഞ്ഞ് പോകില്ല, അപ്പോൾ ലോക്കായി. ഇനി നമുക്ക് ഉള്ളിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക, നമ്മുടെ എക്സിറ്റ് ബട്ടൺ യൂസ് ചെയ്തു. അപ്പോഴും ഇത് ഓണായി, നമുക്കിത് എടുക്കാം. അതായത് ഡോറ് ഓപ്പണായി. ഇനി വീണ്ടും മാഗ്നറ്റൈസ് ചെയ്തു, വീണ്ടും അത് ലോക്കായി. അപ്പോൾ നമ്മൾ ഫിംഗർ വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സിറ്റ് ബട്ടൺ വെച്ച് നോക്കി. ഇനി നമുക്ക് കാർഡ് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കാർഡ് വെച്ചിട്ട് ജസ്റ്റ് കാർഡ് കണ്ടല്ലേ, ഇത് ഓപ്പണായി. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ഞാനിത് EM ലോക്കിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
മാഗ്നറ്റൈസ് ചെയ്തു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുക. പാസ്വേഡ് അടിക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തും യൂസർ ഐ ഡിയും കൂടെ നമ്മൾ ആദ്യം എൻ്റർ ചെയ്യണം. ദെൻ പാസ്വേഡ് എൻ്റർ ചെയ്യുക 111. ഓക്കെ, അപ്പോൾ ഓക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ മെനുവിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സസ് കൺട്രോളിൻ്റെ കുറേ സെറ്റിങ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കതറിയാം, ഇതാണ് ആക്സസ് കൺട്രോൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ പോയി കഴിഞ്ഞാൽ ഈ ടൈം ഡിലേ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസിൽ കണ്ടില്ല, ഡോർ ലോക്ക് ഡിലേ എന്ന് പറഞ്ഞിട്ടൊരു മെനു ഇതിലേക്കാണ് പോകുന്നത്. ഡോർ ലോക്ക് ഡിലേ, അത് സെക്കൻഡ്സിലാണ് ഡിലേ, സെക്കൻഡ്. ഇപ്പോൾ യൂസർ ഡിഫൈൻഡ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. യൂസർ ഡിഫൈൻഡ് നമുക്ക് കൊടുക്കാം. അപ്പോൾ 10 സെക്കൻഡാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറയ്ക്കാം, അത് കൂട്ടാം, അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ 10 സെക്കൻഡ് എന്നുള്ള 5 സെക്കൻഡിലാക്കി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് അത് ഓണായി വരും. ഈ രീതിയിലാണ് ഇപ്പോൾ K90 അല്ല ഏത് ബേസിക് ആയിട്ടുള്ള ആക്സസ് കൺട്രോൾ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ സമയത്ത് നമുക്കിത് എക്സിറ്റ് ബട്ടന് പകരം നമുക്ക് എക്സിറ്റ് റീഡേഴ്സ് ആണ് ഉണ്ടാവുക. ചിലപ്പോൾ കാർഡ് റീഡേഴ്സ് ആയിരിക്കും വരും, എക്സിറ്റ് കാർഡ് റീഡേഴ്സ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് റീഡേഴ്സ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.